ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി വന്ന ആടുജീവിതം വെറൊരു സിനിമ മാത്രമല്ല, അതൊരു മാസ്റ്റർ പീസ് തന്നെയാണ്. ഈ സിനിമയിൽ അവർ ഒരുപാട് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരുഭൂമിയിലെ വെയിൽ കൊണ്ട് തൊലി കറുത്ത് കറുത്ത് വരുന്നത് മുതൽ കാലം കൂടുന്തോറും താടിയും മുടിയും നഖവും എല്ലാം വളരുന്നതും ഫുഡും വെള്ളത്തിൻ്റെയും കുറവ് കാരണം നജീബ് മെലിഞ്ഞു പോകുന്നത് വരെയും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആടുജീവിതം എന്ന ടൈറ്റിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ നജീബ് വളരെ ഹെൽത്തി ആയിട്ടാണ് കാണിക്കുന്നത്, എന്നാൽ പിന്നീട് സമയം കഴിയുമ്പോൾ ഇത് വളരെ മെലിഞ്ഞ അവസ്ഥയിലും കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കാനായി ആടുജീവിതം എന്ന ടൈറ്റിൽ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ലെറ്റേഴ്സ് വളരെ ബോൾഡായിട്ടും പിന്നീട് അത് തിന്നായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹലോ ഗായ്സ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ആടുജീവിതം എന്ന സിനിമയിലെ 15 ഹിഡൻ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. സിനിമയുടെ ആദ്യ സീനിൽ തന്നെ നമുക്ക് നജീബ് വെള്ളം കുടിക്കുന്ന ഒരു സീൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മറ്റാടുകൾ കുടിക്കുന്നത് പോലെ നജീബ് 4 കാലിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. അതേപോലെ തന്നെ ബേക്കിലുള്ള ആടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ പോലെ തന്നെയാണ് നജീബിൻ്റെ കണ്ണ് നിൽക്കുന്നത്. ഇതേപോലുള്ള സീന് നമുക്ക് സിനിമയിൽ മറ്റൊരു ഭാഗത്തും കാണാം. നജീബ് കുബൂസ് തിന്നുന്ന സമയത്ത് ആടുകൾ തിന്നുന്നത് പോലെ ചവച്ച് തിന്നുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ സീനുകളിലൂടെയെല്ലാം നജീബും ആടും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സിനിമയിൽ നജീബിൻ്റെയും ഹക്കീമിൻ്റെ യഥാർത്ഥ സ്പോൺസർ ആരാണെന്ന് പറയുന്നേ ഇല്ല. എന്നാൽ ഈ ഒരു സീനിൽ അവർ എയർപോർട്ടിൽ എത്തിയ ഉടനെ അവരോട് ഒരാൾ ഏത് ഫ്ലൈറ്റിലാണ് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹക്കീം നോ എന്നും പറയുന്നുണ്ട്. ഒരുപക്ഷെ നജീബിനെയും ഹക്കീമിനെയും കൊണ്ടുവരാൻ വേണ്ടി കഫീൽ പറഞ്ഞു വിട്ട ഒരാളായിരിക്കാം അത്. സിനിമയുടെ മറ്റൊരു സീനിൽ ഇന്ന് വെള്ളിയാഴ്ച ആണെന്നും ഓഫീസുകൾക്കെല്ലാം അവധിയാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഫീൽ വരാതെ അവരെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഡ്രൈവറെ വിട്ടതാവാം. ആദ്യത്തെ ഈ ഒരു എയർപോർട്ട് സീനിൽ നജീബ് തൻ്റെ വാച്ച് ബോംബെയിലുള്ള ശശിക്ക് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി നജീബ് നാട്ടിൽ നിന്ന് ട്രെയിനിൽ കയറുന്ന സമയം നജീബിൻ്റെ കയ്യിൽ ആ വാച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ സിനിമയിലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ്. അതായത് നജീബ് മുഴുവൻ സമയം ജോലി ചെയ്യുന്നത് വെള്ളത്തിലാണ്. അതേപോലെ നജീബിൻ്റെ വീട് ഒരു കുളത്തിൻ്റെ ഇപ്പുറത്തായിട്ടാണ് കാണിക്കുന്നത്. നാട് കാണിക്കുന്ന കൂടുതൽ സീനിലും നമുക്ക് അവിടെ ഒരു വെള്ളം കാണാനായിട്ട് പറ്റും. എന്നാൽ പ്രസൻറ്റ് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ സൗദിയിൽ നജീബിന് വെള്ളം കിട്ടാത്ത ഒരവസ്ഥയാണ്. നമ്മൾ ഈ സിനിമയുടെ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ, അതായത് നജീബ് എത്ര കാലം മരുഭൂമിയിൽ പെട്ടു എന്ന് നോക്കുകയാണെങ്കിൽ, ഈ സിനിമയിലെ ഒരു സീന് കാണാം. നജീബിൻ്റെ കൂട്ടുകാരൻ നജീബിനോട് കുവൈത്തി വാറിനെ കുറിച്ച് പറയുന്ന ഒരു സീന്. ഞാൻ പറഞ്ഞില്ല അളിയനോടെ കാണാൻ. എൻ്റെ ഓർമ്മയിൽ ഒരൊറ്റ പ്രാവശ്യം പുള്ളി കെട്ടുകാഴ്ച തുടങ്ങിയിട്ടു കഴിഞ്ഞ വർഷം നമ്മുടെ കുവൈറ്റ് യുദ്ധത്തിൻ്റെ സമയത്ത്. നമ്മൾ ഈ കുവൈത്തി വാർ നടന്ന ഒരു കാലം നോക്കുകയാണെങ്കിൽ 1990 ഓഗസ്റ്റ് 2 മുതൽ 1991 ഫെബ്രുവരി 28 വരെയാണ്. അതേപോലെ ഈ സിനിമയിൽ നമുക്ക് അവിടെ ഒരു ഫെസ്റ്റിവൽ കാണാൻ പറ്റും. ഈ ഫെസ്റ്റിവലിൻ്റെ പേരാണ് വാച്ചിറ കാലഘട്ടു. അപ്പോൾ ഇതൊരു ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ 1990 ഓഗസ്റ്റിലാണ് നമ്മുടെ കുവൈത്ത് വാർ തുടങ്ങിയത് നോക്കുകയാണെങ്കിൽ നജീബിന് വിസ കൊടുത്ത ആൾ ഈ ഒരു കാലഘട്ടത്തിലെ ഫെസ്റ്റിവലാണ് മിസ്സാക്കിയിട്ടുള്ളത്. അതായത് നജീബ് സൗദിയിലോട്ട് പോയത് 1991. ഇനി സിനിമയുടെ ലാസ്റ്റ് ഘട്ടത്തിൽ നജീബ് മലബാർ ഹോട്ടലിൽ എത്തിയതിനു ശേഷം നജീബിൻ്റെ മുടി മുറിക്കുന്നുണ്ട്. ആ സീനിൽ അവിടെയുള്ള ന്യൂസ് പേപ്പറിൽ 1994 എന്ന് നമുക്ക് എഴുതിയതായിട്ട് കാണാം. വിച്ച് മീൻസ് നജീബ് മരുഭൂമിയിൽ കുടുങ്ങിയത് 3 വർഷം കാലമാണ്. അവിടെ കുറേ കാലമായി നിന്നത് ഒരു ഹിന്ദിക്കാരനായിരുന്നു. അദ്ദേഹം ഒരു സീനിൽ ഒട്ടകത്തോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം തീറ്റിപ്പോറ്റിക്കൊണ്ട് ഞാനിവിടെ മരിച്ചു പോകുമെന്ന്. ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാവിയെ തന്നെയാണ് പറയുന്നത്. ഈ ഒരു സീനിലാണ് നമ്മൾ ഈ ഹിന്ദിക്കാരൻ അവസാനമായിട്ട് കാണുന്നത്. പിറ്റേന്ന് രാവിലെ മുതൽ അദ്ദേഹത്തെ കാണുന്നേ ഇല്ല. അതിനുശേഷം നജീബ് മരുഭൂമിയിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കണ്ടെത്തുന്നുണ്ട്. അത് ഈ ഹിന്ദിക്കാരൻ്റേത് തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ ഒരു സീനിൽ ആ ഡെഡ് ബോഡിയുടെ കയ്യിൽ ഒരു വള നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെയുള്ള ഒരു വളയാണ് ആ ഹിന്ദിക്കാരൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഹിന്ദിക്കാരൻ്റെ ഡെഡ് ബോഡി തന്നെയാണെന്ന് നമുക്ക് ഇതിലൂടെ കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സീനിൽ കഴുകന്മാർ നജീബിനെ അറ്റാക്ക് ചെയ്യുന്നതായി നമുക്ക് കാണാം. പക്ഷേ അവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് അവർ ജീവനുള്ള മൃഗങ്ങളെയോ ജീവനുള്ള മനുഷ്യന്മാരെ ഒന്നും അറ്റാക്ക് ചെയ്യില്ല. പിന്നെ എന്തിനാണ് നജീബിനെ അറ്റാക്ക് ചെയ്യുന്നത്? കഴുകന്മാർ നജീബിനെ അറ്റാക്ക് ചെയ്യാൻ കാരണം അവർ ആ ഡെഡ് ബോഡി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നജീബ് അവരെ തടഞ്ഞത് കൊണ്ടാണ്. നജീബ് വർഷങ്ങളോടെ മരുഭൂമിയിൽ ഒറ്റക്കാണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെ ആരോട് തന്നെ സംസാരിക്കാനില്ല. നജീബിന് ആകെ സംസാരിക്കാനുള്ളത് ആടുകളാണ്. അതുകൊണ്ട് തന്നെ നജീബിന് പെട്ടെന്ന് മലയാളം സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് സിനിമയിൽ കാണാം. ഹക്കീം മരുഭൂമിയിൽ വെച്ച് ആരും കാണാതെ നജീബിന് കത്ത് കൊടുത്ത സമയത്ത് നജീബ് കുറച്ച് സമയം ആ കത്തിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് നജീബിന് മനസ്സിലായത് ഈ കത്ത് തല തിരിച്ചാണ് പിടിച്ചതെന്ന്. ഇതിന് കാരണം നജീബ് കുറേ കാലമായിട്ട് മലയാള അക്ഷരങ്ങളൊന്നും കാണുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡീറ്റെയിൽ തന്നെയാണ്. സിനിമയിൽ നജീബ് ആടുകളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനെ ശരിവെക്കുന്ന ഒരു സീനാണ്. കഫീലിൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ പാർട്ടിക്ക് നജീബിന് ഒരു ആടിൻ്റെ കഷ്ണം കൊണ്ട് കൊടുക്കുന്നുണ്ട്. നജീബ് ആദ്യം അത് വാങ്ങുന്നുണ്ടെങ്കിലും
പിന്നെ നജീബിൻ്റെ എക്സ്പ്രഷൻ മാറുകയും പിന്നെ ആടുകളെ നോക്കി അത് കഴിക്കാതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സിനിമയിലെ വലിയൊരു കണ്ടിന്യൂറ്റി ഡീറ്റെയിൽ ആണ്. നജീബ് വന്ന സമയത്ത് ആ കാറിൻ്റെ ചില്ല് നോക്കി കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ നജീബ് തിരിച്ചു പോകുന്ന സമയത്ത് ആ കാറുകളുടെ ചില്ലിന് പലതരത്തിലുള്ള വിള്ളലും കാണാൻ പറ്റും. ഇതിന് കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുക്ക് മരുഭൂമിയിൽ വലിയ തരത്തിലുള്ള ഒരു ആലിപ്പഴ വീഴ്ച നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു മണൽ കൊടുങ്കാറ്റും വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണമാണ് ആ കാറിൻ്റെ ചില്ല് പൊട്ടിയത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണിത്. ഈ സിനിമ കണ്ട പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു ഡൗട്ടായിരിക്കും, നജീബും കൂട്ടരും പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഒരു ഒട്ടകത്തെ കൂടി കൊണ്ടുപോകാത്തത്? കാരണം ഒട്ടകത്തിൻ്റെ പുറത്ത് പോവുകയാണ് അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് കടക്കാനും പറ്റും, ഇത്ര ക്ഷീണിക്കുകയുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്? അതിനുമുണ്ടൊരു കാരണം. ഇതിൽ ഇബ്രാഹിം ഖാദിർ പറയുന്നുണ്ട് നമ്മുടെ ഡെസേർട്ടിൽ ഒരിക്കലും സ്പോട്ട് ചെയ്യാൻ പാടില്ല എന്ന്. ഇനി ഇവർ ഒട്ടകം കൊണ്ട് പോവുകയാണെങ്കിൽ അവരെ മരുഭൂമിയിൽ പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആരെങ്കിലും ഈ ഒട്ടകം കൊണ്ട് പോകുന്നത് അവരെ കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഇതേപോലെ ഒട്ടകത്തെ കട്ട് കൊണ്ടുപോകുക എന്നത് വളരെ വലിയൊരു ക്രിമിനൽ ഒഫൻസാണ്. ഇത് കാരണം നജീബിനും അവർക്കും ജയിലിൽ കിടക്കേണ്ടി വരും. അത് കാരണമാണ് അവർ ഒട്ടകത്തെ കൊണ്ടുപോകാത്തത്. നജീബ് മരുഭൂമിയിൽ വെള്ളം കാണുന്ന സമയത്ത് അതിലോട്ട് ഓടുന്നുണ്ട്. പക്ഷേ ഇബ്രാഹിം ഖാദിർ അതിനെ സമ്മതിക്കാതെ അവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതിന് പുറകിൽ ഒരു സയൻറ്റിഫിക് റീസൺ ആണ്. ആൻഡ് ദർ ഇസ് എ കണ്ടീഷൻ കോൾഡ് ഹൈപ്പർനോട്രീമിയ. അതായത് ഒരാൾ ഒരുപാട് സമയം വെള്ളം കിട്ടാതെ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് അവരുടെ കിഡ്നിക്ക് അത് ഫിൽട്ടർ ചെയ്യാൻ പറ്റാതെ അത് ബ്ലഡിലോട്ട് കിടക്കും. അങ്ങനെ അതിലുള്ള സോഡിയം കണ്ടന്റ് നമ്മുടെ ശരീരത്തെ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം ഖാദിർ നജീബിന് കുറച്ച് വെള്ളം ആദ്യം കൊടുക്കുന്നത്. എ ബ്രില്യൻ ഡീറ്റെയിലിംഗ്. പെട്ടെന്നൊരു സമയം നജീബിന് വേണ്ടി ഒരു കുപ്പിയിൽ വെള്ളവും അതിൻ്റെ മുകളിൽ ഒരു കാരക്കയും വെച്ച് ഇബ്രാഹിം ഖാദിർ പെട്ടെന്ന് മാഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു കാരക്ക ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതേപോലെ ഈ കുപ്പി എവിടെ നിന്ന് വന്നു നോക്കി കഴിഞ്ഞാൽ സൗദിയിൽ വളരെ പോപ്പുലറായ ഒരു ഡ്രിങ്കാണ് കൊക്കോകോള എന്നത്. കൊക്കോകോളയുടെ ഒരു കുപ്പി പോലെയാണ് ഈ ഒരു കുപ്പി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഇതിലേക്കൂടെ പോയ ആരെങ്കിലും ഉപേക്ഷിച്ച് പോയ ഒരു കുപ്പി ആയിരിക്കാം അത്. ഈ സിനിമ കണ്ട എല്ലാവർക്കുമുള്ള ഒരു സംശയമായിരിക്കും, എങ്ങനെയാണ് ഇബ്രാഹിം ഖാദിർ ഈ ഒരു വാണ്ടഡ് ലിസ്റ്റിൽ വന്നത് എന്നുള്ളത്. ഇത് സിനിമയിൽ എവിടെയും തന്നെ പറയുന്നില്ല. പക്ഷേ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിം ഖാദിർ ഒരു അടിമയായിരിക്കാം, ഒരു സ്ലേവ് ആയിരിക്കാം. അങ്ങനെ ഇതേപോലെ ഒരുപാട് തന്നെ തൻ്റെ അറബിയിൽ നിന്ന് ചാടിപ്പോയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഒരു വാണ്ടഡ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവുക. കാരണം ഇബ്രാഹിം ഖാദിർക്ക് ഈ മരുഭൂമിയിലൂടെയുള്ള എല്ലാ വഴികളും അറിയാം, എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാം. ആൾക്ക് ഈ മരുഭൂമിയൊക്കെ വർഷങ്ങളായിട്ട് പരിചയമുണ്ടാവാം. പക്ഷേ സൗദിക്ക് പുറത്ത് ഇവർക്ക് പോകാൻ പറ്റില്ല, കാരണം അദ്ദേഹം വാണ്ടഡ് ലിസ്റ്റിൽ വന്നുപോയി. അങ്ങനെ നജീബിനെ റോഡിൻ്റെ അടുത്ത് എത്തിച്ചതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ പോയി. കാരണം ഇബ്രാഹിം ഖാദിരിയുടെ കൂടെ നജീബിനെയും പിടിച്ചു കഴിഞ്ഞാൽ നജീബും ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആയി പോയത്. അതുമല്ലെങ്കിൽ മറ്റൊരു സാധ്യത ഉള്ളത് ഇബ്രാഹിം ഖാദിർ ഒരു സൂപ്പർ നാച്ചുറൽ ആളായിരിക്കും. കാരണം സിനിമയിൽ ഉടനീളം അദ്ദേഹത്തെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ വെള്ളം വേണ്ട, നജീബൊക്കെ സ്വന്തം തന്നെ നടക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഇബ്രാഹിം ഖാദിർ ഹക്കീമിനെ എടുത്തുകൊണ്ട് നടക്കുന്നു. അതേപോലെ മണൽക്കാറ്റിൽ പിടിച്ചു നിൽക്കുന്നു. അതായത് ഹക്കീമിനെ നജീബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇബ്രാഹിം ഖാദിർ വളരെ ശക്തനായ ഒരു ക്യാരക്ടറാണ് ഇതിൽ. ഏതായാലും സിനിമയിൽ ഇബ്രാഹിം ഖാദിർ ആരാണെന്നോ എങ്ങോട്ട് പോയെന്നോ എന്നൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്കും ഒന്നും തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. സോ ഗായ്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലുള്ള വീഡിയോകളൊക്കെ ഇനിയും വരുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ബൈ ഗായ്സ്.